പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. പോലീസ് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചു. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കേസിൽ വനം വകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയതിനെ തുടർന്ന് റാപ്പർ വേടനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിനിടെയാണ് കയ്യിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തുന്നത്. വേടന്റെ കഴുത്തിൽ ധരിച്ച മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന പ്രാഥമിക പരിശോധനയിൽ ബോധ്യമായതിനെ തുടർന്ന് വനം വകുപ്പ് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. നിയമവിരുദ്ധമായി പുലിപ്പല്ല് കൈവശം വെച്ചതിനാണ് കേസ്. വേടന് കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും 1 വർഷത്തിനു ശേഷം പുലിപ്പല്ല യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിച്ചതോടെ കുരുക്ക് മുറുകുകയാണ്. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് വേടൻ കൈവശം വെച്ചത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയെന്ന് സ്ഥിരീകരിച്ചത്. വന്യജീവി നിയമപ്രകാരം 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. പുലിപ്പല്ല് എവിടെ നിന്ന് ലഭിച്ചു എന്നതിലും അന്വേഷണം നടക്കുകയാണ്. ചെന്നൈയിൽ നടന്ന റാപ്പ് ഷോയ്ക്കിടെ രഞ്ജിത്ത് കുമ്പിടി എന്ന ശ്രീലങ്കൻ വംശജനാണ് തനിക്ക് മാല സമ്മാനിച്ചതെന്നായിരുന്നു വേടന്റെ മൊഴി. ഇതുവരെ കണ്ടെത്തിയ വിവരങ്ങളും തെളിവുകളും മുൻനിർത്തി വേടനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.